നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിൽ ട്രെയിൻ ടിക്കറ്റിന് നെട്ടോട്ടം. ഈ വർഷം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചത് 152 കിലോ കഞ്ചാവ്. ഒഴൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ 3 ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ ബാപ്പയും കുട്ടിയും മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫുഡ് സേഫ്റ്റി ലൈസൻസ് വീട്ടിൽ വെക്കാനുള്ളതല്ലെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഏഴ് കിലോ 200 ഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വിശദമായ വാർത്തകൾ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ജനറൽ ടിക്കറ്റും റിസർവേഷൻ ടിക്കറ്റും എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. 2 തരം ടിക്കറ്റുകളും എല്ലാ കൗണ്ടറുകളിലും ലഭ്യമാവുന്ന തരത്തിൽ സംവിധാനമൊരുക്കണമെന്ന ആവശ്യം റെയിൽവേ പരിഗണിക്കുന്നില്ലെന്ന് യാത്രക്കാർ. സ്റ്റേഷനിലെ 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനുള്ള പുതിയ കവാടം വന്നതോടെയാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ആരംഭിച്ചത്. മുൻപ് 1-ാം പ്ലാറ്റ്ഫോമിന് മുൻപിലെ കവാടത്തിൽ പ്രവർത്തിച്ചിരുന്ന റിസർവേഷൻ കൗണ്ടർ ഇങ്ങോട്ട് മാറ്റി. ഇതോടെ റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കാൻ 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തണമെന്ന സ്ഥിതിയായി. ഈ കൗണ്ടറിലൂടെ ജനറൽ ടിക്കറ്റ് ലഭ്യമല്ല. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൽഡിംഗ് മെഷീൻ മാത്രമാണുള്ളത്. ഇത് പ്രവർത്തിപ്പിക്കാൻ ഒരു റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പകൽ മാത്രമേ ഇദ്ദേഹം ഉണ്ടാകാറുള്ളൂ. രാത്രി ഇത് പ്രവർത്തിക്കുമെങ്കിലും ടിക്കറ്റ് എടുക്കാൻ സാധാരണക്കാരായ യാത്രക്കാർക്ക് അറിയാത്തതിനാൽ ഗുണമില്ല. ജനറൽ ടിക്കറ്റ് എടുക്കാൻ 1-ാം പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട സ്ഥിതിയാണ്. ഇത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരെയാണ് പ്രയാസത്തിലാക്കുന്നത്. 3-ാം പ്ലാറ്റ്ഫോം വഴി സ്റ്റേഷനിലേക്ക് കയറുന്ന ഷൊർണൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർ 1-ാം പ്ലാറ്റ്ഫോമിലെത്തി ടിക്കറ്റ് എടുത്ത് വീണ്ടും 3-ാം പ്ലാറ്റ്ഫോമിലെത്തി വേണം ട്രെയിൻ കയറാൻ. നടക്കാൻ പ്രയാസമുള്ളവരാണ് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറാൻ കൂടുതൽ പ്രയാസപ്പെടുന്നത്. 2 കൗണ്ടറുകളിലും 2 തരം ടിക്കറ്റുകളും ലഭ്യമാകുന്ന തരത്തിൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വർഷം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചെടുത്തത് 152 കിലോ കഞ്ചാവ്. ഈ മാസം മാത്രം 56 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. തിരൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന ട്രെയിനുകളിൽ നിന്നും പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുക്കുന്നത്. ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളിലാണ് ഇവിടെ കഞ്ചാവ് എത്തിക്കുന്നത്. RPF-ഉം എക്സൈസും നടത്തുന്ന പരിശോധനകളിലെല്ലാം കഞ്ചാവ് ലഭിക്കുന്നു. ഉടമസ്ഥരില്ലാത്ത തരത്തിൽ ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ ബാഗുകളിലാക്കി സൂക്ഷിച്ചാണ് കഞ്ചാവ് കടത്തുന്നത്.
പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കടത്തുകാർ അറിയാത്ത മട്ടിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ വർഷം 152 കിലോ കഞ്ചാവ് കണ്ടെടുത്തെങ്കിലും ആർക്കുമെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടില്ല. കോയമ്പത്തൂരിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും 2000 രൂപയ്ക്ക് മുതൽ കഞ്ചാവ് ലഭിക്കുന്നുണ്ടെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ കഞ്ചാവ് എത്തിക്കുന്നതെന്നാണ് വിവരം. ഇത് സംസ്ഥാനത്തെത്തിച്ച് കിലോയ്ക്ക് 25,000 മുതൽ 50,000 രൂപ വരെ വിലയിട്ടാണ് വിൽക്കുന്നത്. കഞ്ചാവ് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളും ഇവിടെ വച്ചുണ്ടാക്കുന്നതായി വിവരമുണ്ട്. ഇതിനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുൻപ് വാഹനങ്ങളിലാണ് കഞ്ചാവ് എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് ട്രെയിൻ മാർഗമാക്കിയത് പിടികൂടാനുള്ള സാഹചര്യം കുറവായതിനാലാണ്. ട്രെയിൻ കൂടുതൽ സമയം പിടിച്ചിടുന്ന ഷൊർണൂർ ജംഗ്ഷൻ പോലുള്ള സ്ഥലങ്ങളിൽ പരിശോധന വ്യാപകമാക്കിയാൽ സംസ്ഥാനത്തിനകത്തേക്ക് കഞ്ചാവ് എത്തുന്നത് കുറയുന്ന സ്ഥിതി ഉണ്ടാകും. എന്നാൽ അതിനുള്ള സംവിധാനങ്ങളുടെ പോരായ്മ ഇപ്പോഴുമുണ്ട്. തിരൂർ അടക്കമുള്ള വിവിധ സ്റ്റേഷനുകളിൽ നടത്തുന്ന പരിശോധനകൾ മാത്രമാണ് കടത്ത് ഒരു പരിധിവരെ തടയുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ. ഒഴൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ 3 ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വി അബ്ദുറഹ്മാൻ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് ഉദ്ഘാടനം നിർവഹിച്ചു. പറമ്പത്താഴം, കോറാട്, മേലെപീടിക, പുലിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത്. വർഷങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ് പൂർത്തീകരിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോറാട് മഹല്ല് സെക്രട്ടറി NP ബാപ്പുട്ടി ചേലൂർ, മുഹമ്മദ് കുട്ടി ഹാജി തെയ്യാലിങ്ങൽ, ബീരാങ് ഹാജി, NP നാസർ, ജലാൽ പൈനാട്ട്, കോറാട് ബാവ, കിഴക്കേക്കര ബാവ, പരേക്കാട് ഇസ്മയിൽ, പൈനാട് ഹമീദ്, ഉമ്മർ മഞ്ഞളം പറമ്പത്ത്, PK മുഹമ്മദ് റഹിമാൻ ഹാജി, മൊയ്തീൻ EK, മറ്റു പൗരപ്രമുഖരും പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ ബാപ്പയും കുട്ടിയും മെഹന്തി ഫെസ്റ്റ് ഹനീഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സുനിൽ കാമ്പിളി അധ്യക്ഷത വഹിച്ചു. 25ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ നിരവധി കുട്ടികൾ സംബന്ധിച്ചു. Class Center for Competitive Examinations, KKM College Building, Ring Road, Tirur. KPR Building near IDBI Bank, Ring Road, Tirur. പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ ബാപ്പയും കുട്ടിയും മെഹന്തി ഫെസ്റ്റ് ഹനീഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സുനിൽ കാമ്പിളി അധ്യക്ഷത വഹിച്ചു. റഫീഖ് വരിക്കോട്ടിൽ സ്വാഗതവും O ഇസ്മയിൽ നന്ദിയും പറഞ്ഞു. 25ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ നിരവധി കുട്ടികൾ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, കൽപ്പകഞ്ചേരി. ഫുഡ് സേഫ്റ്റി ലൈസൻസ് വീട്ടിൽ വെക്കാനുള്ളതല്ല, സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കാനുള്ളതാണെന്ന് തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ MN ഷംസിയ. തിരൂരിൽ 3 മാസത്തിനുള്ളിൽ 8 കേസുകളാണ് ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ എടുത്തിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. ഏതൊരു ഭക്ഷ്യ ഉൽപ്പന്നം വിൽക്കുവാനോ അല്ലെങ്കിൽ സംരംഭം ചെയ്യുവാനോ വിതരണം ചെയ്യുവാനോ ഉൽപ്പാദിപ്പിക്കാനോ ആയിട്ട് നമ്മുടെ രാജ്യത്ത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിന്റെ കീഴിൽ ഏതൊരു കട അല്ലെങ്കിൽ സ്ഥാപനവും ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കേണ്ടതാണ്. ഇത് 2011 നമ്മുടെ നിയമം നടപ്പിലാക്കിയ ആ സമയം മുതലേ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് നമ്മളിപ്പോൾ പല സ്ക്വാഡും നടത്തി ഈ എല്ലാ വ്യാപാരികൾക്കും എന്തായാലും അറിയാം. കാരണം പലതരം ബോധവൽക്കരണ ക്ലാസ്സും പലതും നമ്മൾ നൽകിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കണമെന്നുള്ളത്. ഈ നിയമത്തിലെ സെക്ഷൻ 63 പ്രകാരം ഈ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ മാക്സിമം പിഴ ഈടാക്കാം എന്നാണ് സെക്ഷൻ 63 പ്രകാരം പറയുന്നത്. പിന്നെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ തന്നെ സെക്ഷൻ 31 പറയുന്നുണ്ട്, ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ പറഞ്ഞാൽ ഒരു കച്ചവടക്കാരന് ഭക്ഷ്യവസ്തു കച്ചവടം നടത്തണം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ലൈസൻസ് വേണം. ഈ കട തുടങ്ങിയിട്ട് പിന്നീട് ലൈസൻസ് എടുക്കാം എന്നുള്ളതല്ല പറയുന്നത്, തുടങ്ങാനായിട്ട് തന്നെ ലൈസൻസ് വേണം. അപ്പോൾ അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമപ്രകാരം അവർക്ക് അനുമതിയില്ല, പ്രവർത്തിക്കാനായിട്ടും തുടങ്ങാനായിട്ടും അനുമതിയില്ല. അപ്പോൾ ആയതിനാല് തിരുവനന്തപുരം നമുക്ക് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അവരുടെ അടുത്തു നിന്നും ലഭിച്ചിരിക്കുന്ന ഓർഡർ എന്താന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ഡൗൺ തന്നെ ചെയ്യാനാണ്. അതുപോലെ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് സെക്ഷൻ 63 പ്രകാരം നമ്മുടെ ബഹുമാനപ്പെട്ട തിരൂർ RDOയുടെ സമക്ഷം അഡ്ജുഡിക്കേഷൻ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അതിന് അനുസൃതമായിട്ട് കച്ചവടത്തിന് അനുസൃതമായിട്ടുള്ള ഫൈനും എന്തായാലും ലഭിക്കുന്നതാണ്.
അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ തിരൂര് തന്നെ കഴിഞ്ഞ 3 മാസങ്ങളായി നമ്മൾ 8 കേസുകളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ചിലർ പറയുന്ന ചെറിയ സ്ഥാപനമാണ്. ചെറിയ സ്ഥാപനം വലിയ സ്ഥാപനമൊന്നുമല്ല. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ വിതരണം, കച്ചവടം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിർബന്ധമായിട്ടും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് വേണം. ലൈസൻസ് തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. ലൈസൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. പ്രതിവർഷം 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്ന ബിസിനസ് ആണെങ്കിൽ, ലാഭമല്ല വിറ്റുവരവാണ്, മുകളിൽ പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഭക്ഷ്യസുരക്ഷ ലൈസൻസ് എടുക്കേണ്ടത്. ലൈസൻസ് തന്നെ 2-3 കാറ്റഗറീസ് ഉണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു കടയാണ്, പറഞ്ഞ എക്സാമ്പിൾ ഒരു മാർജിൻ ഫ്രീ പോലത്തെ ഒരു ഷോപ്പ് ആണെങ്കിൽ 2000 രൂപയുടെ ലൈസൻസ് ആണ്. ഇനി മാനുഫാക്ചറർ ആണ്, ഉൽപാദകനാണ്, ഉദാഹരണം ചക്കിലാട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ നടത്തുന്ന ബോർമയോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് 3000 രൂപയുടെ ലൈസൻസ് ആണ് എടുക്കേണ്ടത്. ഇനി സ്റ്റാർ ഹോട്ടൽസ്, 5 സ്റ്റാർ ഹോട്ടൽസ് പോലത്തെ ഉയർന്ന സ്റ്റാർ ഹോട്ടൽ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവർക്ക് 5000 രൂപയുടെ ലൈസൻസ് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭക്ഷ്യവസ്തു എക്സ്പോർട്ട് ചെയ്യണം, വേറൊരു രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനോ ഇറക്കുമതി ചെയ്യാനോ ആണെങ്കിൽ അവർക്ക് 7500 രൂപയുടെ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ആണ്, സെൻട്രൽ ലൈസൻസ് ആണ് അവരെടുക്കേണ്ടത്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഭക്ഷ്യവസ്തു വിൽക്കാനാണെങ്കിലും 7500 രൂപയുടെ സെൻട്രൽ ലൈസൻസ് ആണ്. ഇനി ഇതിന് വേണ്ട രേഖകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ഒരാള് പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടാണ് ഒറ്റ ഒരാളാണ് നടത്തുന്നതെങ്കിൽ അയാളുടെ ID കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടൽ പോലത്തെ സ്ഥാപനങ്ങളാണെങ്കിൽ വെള്ളം പരിശോധന റിപ്പോർട്ട്. ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവർക്ക് വെള്ളം വരുന്നില്ല, അപ്പം വെള്ളം പരിശോധന റിപ്പോർട്ട് വേണ്ട. പക്ഷെ ഹോട്ടൽ പോലത്തെ അല്ലെങ്കിൽ ഒരു ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വെള്ളം എന്തായാലും കഴുകുവാനും കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം പരിശോധന റിപ്പോർട്ട്, ലൈസൻസിയുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി ലൈസൻസ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ്, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ്. ഇനി ലൈസൻസ് 2 ലൈസൻസ് ഇല്ലാത്തൊരു റെന്റൽ എഗ്രിമെന്റ്, വാടക കരാറായാലും വെക്കാം, ആ ഡോക്യുമെന്റിൽ വെക്കാം. ഉൽപാദകരാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിലുള്ള എക്യുപ്മെന്റ്സിന്റെ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ബോർമ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അവൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ആ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ലിസ്റ്റ്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണെങ്കിലോ പ്രൊപ്പല്ലർ, റോട്ടറി പ്രൊപ്പല്ലർ, എക്സ്പെല്ലർ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് വരും. അതൊക്കെ അതിന്റെ ഫോട്ടോ എടുത്തും ഫോട്ടോഗ്രാഫും കൊടുക്കണം, എക്യുപ്മെന്റ് പേരും നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ആയിട്ട് അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ കോമൺ സർവീസ് സൊസൈറ്റി മുഖാന്തരമോ അല്ലെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം. www.foscos.fssai.gov.in എന്നാണ് ആ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ലൈസൻസിന്റെ കാര്യമാണ്. ഇനി 12 ലക്ഷം രൂപ വരെ ഇല്ല, അതിന് താഴെയാണ് വിറ്റുവരവ്. ചെറുകിടമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ചെറിയ രീതിക്ക് ഒരു മീൻ വിൽപ്പന നടത്തുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിക്ക് ഒരു ഫ്രൂട്ട്സ് കടയാണ്, ഒരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ മതിയാവും. പക്ഷെ 12 ലക്ഷം രൂപ ഇല്ല എന്ന് തെളിയിക്കുന്ന ബില്ലോ കാര്യങ്ങളോ അവരുടെ നിർബന്ധമായിട്ട് വേണം. രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് വളരെ കുറവ് രേഖകൾ മതി. അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, അതുപോലെ തന്നെ അവരുടെ ഇതാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ട രേഖകൾ. അതുപോലെ തന്നെ അവരുടെ ലോക്കൽ ബോഡി പറഞ്ഞ മുനിസിപ്പാലിറ്റി ലൈസൻസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസോ കൂടിയാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. 100 രൂപയാണ് ഒരു വർഷം ഫീസ് വരുന്നത് രജിസ്ട്രേഷൻകാർക്ക്. 2000 രൂപ പോലത്തെ വലിയ ഭീമമായ ഫീസ് ഇല്ല, 100 രൂപയാണ് ഫീസ് ഉള്ളത്. സെയിം ഈ അക്ഷയ മുഖാന്തരമോ ഇങ്ങനത്തെ കോമൺ സർവീസ് സൊസൈറ്റി മുഖാന്തരമോ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടും നേരത്തെ പറഞ്ഞ foscos.fssai.gov.in എന്ന സൈറ്റ് മുഖാന്തരം അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് റെസീപ്റ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടും. ആ പേപ്പർ അല്ല സ്ഥാപനത്തിൽ വെക്കേണ്ടത്. റെസീപ്റ്റിന് ശേഷം ഒരു വട്ടം ലൈസൻസ് ആണ്, പിന്നെയാണ് ലൈസൻസ് ഇഷ്യൂ ആകുന്നത്. ഇഷ്യൂ ആകുമ്പോൾ കിട്ടുന്ന ലൈസൻസ് സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും ഒട്ടിച്ച് വെക്കണം. സ്ഥാപനത്തിൽ പലപ്പോഴും പരിശോധനയ്ക്ക് പോകുമ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് പറയും, പക്ഷെ എടുത്തതിന് തെളിവ് കാണിക്കണം. കാരണം സ്ഥാപനത്തിൽ ഏതാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ RT അല്ലെങ്കിൽ പോലീസ് വണ്ടി കാണിക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ പേപ്പേഴ്സ് വയ്ക്കും. വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്, ലൈസൻസ് വീട്ടിലാന്ന് പറയാൻ പറ്റില്ല, വണ്ടിയിൽ കാണണം, കാരണം അത് വണ്ടിക്ക് കൊടുത്ത ലൈസൻസാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് കൊടുത്തിരിക്കുന്നത് വീട്ടിൽ വെക്കാനല്ല, സ്ഥാപനത്തിനാണ്. അപ്പൊ സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. 7.2 കിലോ കഞ്ചാവുമായി 2 പേർ കുറ്റിപ്പുറം എക്സൈസിന്റെ പിടിയിലായി. കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഇരുവരും ബൈക്കിൽ വരുന്നതിനിടെയാണ് പിടിയിലാവുന്നത്. ഇരുവരെയും പൊന്നാനി കോടതിയിൽ ഹാജരാക്കി.
വട്ടക്കുളം കാഞ്ഞിരങ്ങാട്ട് മുഹമ്മദ് ബഷീർ, ചങ്ങരംകുളം ആലങ്കോട് പള്ളിത്താഴത്ത് ഷഫീഖ് എന്നിവരെയാണ് ദേശീയപാതയിലെ കുറ്റിപ്പുറം ഹീൽഫോർട്ട് ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന് ഞായറാഴ്ച രാവിലെ 9:15 പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഇരുവരും ബൈക്കിൽ വരുന്നതിനിടെയാണ് പിടിയിലാകുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് എത്തുന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരം. ഇരുവരെയും പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ എ മുരുകദാസ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ SG സുനിൽ, സിവിൽ ഓഫീസർമാരായ AV ലെനിൻ, മുഹമ്മദ് അലി, VT കമ്മുക്കുട്ടി, ഇന്ദുദാസ്, അബിദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെട്ടം ന്യൂസ്, കുറ്റിപ്പുറം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.